നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് ഓഗസ്റ്റ് 9 മുതൽ 16 വരെയുള്ള ഈ ഒരാഴ്ച മേടം രാശിക്കാർക്ക് എങ്ങനെ എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മേടം രാശിക്കാരെ, ഓഗസ്റ്റ് 9 മുതൽ 16 വരെയുള്ള ഈ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം, അത് ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു പ്രധാന തീരുമാനമാകാം. ഈ ആഴ്ച അതിന് ഒരു വ്യക്തത ലഭിക്കാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒരു സാധാരണ ആഴ്ചയായി കാണേണ്ടതില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു വാർത്ത എത്താം. കാത്തിരുന്ന ഒരു അവസരം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അല്ലെങ്കിൽ ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു കാര്യം പതുക്കെ ശരിയായ ദിശയിലേക്ക് നീങ്ങാം. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യം കൂടെയുണ്ടെന്ന് കരുതി പെട്ടെന്ന് തീരുമാനമെടുക്കുകയോ ആരെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക തീരുമാനം എടുക്കുകയോ ചെയ്യരുത്. ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഏതാണ് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുക എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജോലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പ്രതീക്ഷ നൽകുന്ന മാറ്റങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്വം കൂടാൻ സാധ്യത കാണുന്നു. ആദ്യം അത് ഒരു സമ്മർദ്ദമായി നിങ്ങൾക്ക് തോന്നാം. പിന്നീട് അത് തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറും. മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് പതിക്കുന്നതാണ്. നിങ്ങൾ ഏറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശ്രമത്തിന് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. ചിലർക്ക് പുതിയൊരു സ്ഥാനത്തെക്കുറിച്ചോ പുതിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചോ സംസാരമുണ്ടാകാം. ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ഒരു പുതിയ അവസരം ലഭിച്ചേക്കാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ മധ്യത്തോടെ ലഭിക്കുന്ന ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ സന്ദേശം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മുമ്പ് അപേക്ഷിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് മറുപടി ലഭിക്കാനും അഭിമുഖത്തിന് അവസരം ലഭിക്കാനും സാധ്യത ഈ വാരം കാണുന്നു. ജോലി സ്ഥലത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളോട് മത്സരിക്കുന്ന ഒരാളുടെ വാക്കുകളിൽ പെട്ടുപോകരുത്. നിങ്ങളുടെ പദ്ധതികളും വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പ്രതീക്ഷ നൽകുന്ന വാരമാണ്. പഴയ ഉപഭോക്താക്കളിൽ നിന്നും വീണ്ടും ഓർഡറുകൾ ലഭിക്കാം. പുതിയൊരു ബന്ധം പിന്നീട് വലിയ ബിസിനസ് അവസരമായി മാറാനും സാധ്യത കാണുന്നു. വ്യാപാരത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതിരുന്നവർക്ക് പതുക്കെ മാറ്റം കാണാൻ തുടങ്ങും. പ്രത്യേകിച്ച് വിൽപ്പന, ഓൺലൈൻ ബിസിനസ്, കൺസ്ട്രക്ഷൻ, വാഹന മേഖല, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ മുന്നിലെത്താം. വലിയ തുക നിക്ഷേപിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വലിയ പ്രശ്നമാകാതിരിക്കാൻ സംസാരിച്ച് പരിഹരിക്കുന്നതാണ് നല്ലത്. പഴയതായി കുടുങ്ങിക്കിടന്നിരുന്ന ഒരു പണമിടപാടിൽ നിന്ന് ഒരു ഭാഗം തിരികെ ലഭിക്കാനും ഈ വാരം സൂചന കാണുന്നു. സാമ്പത്തിക കാര്യത്തിൽ ഈ ആഴ്ച മേടം രാശിക്കാർക്ക് വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും ഒരു പോരാട്ടം ഉണ്ടാകാം. പണം വരും, പക്ഷേ അതോടൊപ്പം ചില അപ്രതീക്ഷിത ചെലവുകളും വന്നേക്കാം. വീട്ടിലെ ആവശ്യങ്ങൾക്കോ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ പണം ചെലവാകുന്നതാണ്. അതുകൊണ്ട് കയ്യിൽ പണം എത്തിയ ഉടൻ മുഴുവൻ ചെലവാക്കാതെ ഒരു ഭാഗം മാറ്റിവെക്കേണ്ടതാണ്. പഴയ കടബാധ്യതകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ ആഴ്ച ഒരു നല്ല അവസരം ലഭിച്ചേക്കാം. ഏറെ നാളായി കിട്ടാനുണ്ടായിരുന്ന ഒരു തുക തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു.
മറ്റൊരാൾക്ക് വേണ്ടി വലിയ തുക കടം കൊടുക്കുമ്പോൾ ഈ വാരം നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. രേഖകളില്ലാതെ പണം കൈമാറുന്നത് ഈ വാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. നിക്ഷേപം ആലോചിക്കുന്നവർക്ക് പെട്ടെന്നുള്ള തീരുമാനത്തേക്കാൾ കൃത്യമായ പഠനമാണ് ഗുണം ചെയ്യുക. കുടുംബകാര്യങ്ങളിൽ നോക്കുമ്പോൾ ഈ ആഴ്ച ഒരു ആശ്വാസം ലഭിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ ഉണ്ടായിരുന്ന ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പതുക്കെ മാറിത്തുടങ്ങുന്നതാണ്. കുടുംബത്തിലെ ഒരാളുടെ നല്ല സന്തോഷ വാർത്ത എല്ലാവരിലും സന്തോഷം ഉണ്ടാക്കും. വീട്ടിൽ ഒരു മംഗളകാര്യത്തെക്കുറിച്ചോ മറ്റോ ചർച്ചകൾ ഈ വാരം തുടങ്ങാൻ സാധ്യത കാണുന്നു. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായി വരാം. ജോലി തിരക്കിനിടയിലും കുടുംബത്തിനായി കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതാണ്. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് വൈകാതെ തന്നെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പങ്കാളിയോട് തുറന്ന് സംസാരിച്ചാൽ പല പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാനാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകാൻ ഈ വാരം സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലുള്ള മേഡം രാശിക്കാർക്ക് ഈ ആഴ്ച പ്രത്യേകിച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. സംശയത്തിൻ്റെ പേരിൽ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ പറയാനുള്ളത് തുറന്നു പറയുകയും മറ്റൊരാളുടെ വാക്ക് കേൾക്കുകയും ചെയ്താൽ ബന്ധം കൂടുതൽ ശക്തമാകും. പഴയൊരു തെറ്റിദ്ധാരണ മാറാനുള്ള അവസരം ഈ വാരം ചിലർക്കെങ്കിലും ഉണ്ടാകാം. വിവാഹത്തിലേക്ക് പോകുന്ന ബന്ധങ്ങൾക്ക് കുടുംബത്തിൻ്റെ സമ്മതം ലഭിക്കുന്ന സാഹചര്യവും ഈ വാരം ഉണ്ടാകും. ഒറ്റയ്ക്കുള്ളവർ ഒരു പുതിയ പരിചയം ഉണ്ടാക്കാനും അത് പിന്നീട് പ്രാധാന്യമുള്ള ബന്ധമായി മാറാനും ഈ വാരം സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഈ ആഴ്ച വളരെ നല്ലതാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഈ വാരം ആത്മവിശ്വാസം വർദ്ധിക്കും. ഇതുവരെ മനസ്സിലാകാതെ പോയ ചില വിഷയങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്. വിദേശ പഠനത്തിനോ ഉയർന്ന വിദ്യാഭ്യാസത്തിനോ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല വാർത്ത ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. എന്നാൽ മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലും അമിതമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഈ ഒരാഴ്ച നിങ്ങൾക്ക് പഠനത്തിൽ കൂടുതൽ സമയം മാറ്റിവെച്ചാൽ അതിൻ്റെ ഫലം പിന്നീട് വ്യക്തമായി കാണാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകേണ്ടതാണ്. ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം, ഭക്ഷണക്രമത്തിലെ അശ്രദ്ധ എന്നിവ ഈ വാരം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ജോലി തിരക്കിൽ ഭക്ഷണം ഒഴിവാക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ ആവശ്യമായ ശ്രദ്ധ നൽകേണ്ടതാണ്. യാത്ര ചെയ്യുന്നവർ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. വിദേശ ജോലി, വിദേശ പഠനം, വിസ, യാത്ര എന്നിവയ്ക്കായി കാത്തിരിക്കുന്നവർ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ ലഭിക്കാം. മുമ്പ് മുടങ്ങിപ്പോയ ഒരു അപേക്ഷ വീണ്ടും മുന്നോട്ടു പോകാനുള്ള സാധ്യതകളും കാണുന്നു. ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നവർ രേഖകളും ആവശ്യമായ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ നക്ഷത്രഫലത്തിലേക്ക് വരുമ്പോൾ മേഡം രാശിയിലെ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങളുടെ സൂചനയാണ് കാണുന്നത്. ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം ലഭിക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ആശ്വാസം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. പഴയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാനും കുടുംബത്തിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാനും സാധ്യത കാണുന്നു. കാർത്തിക ഒന്നാം പാദക്കാർക്ക് ജോലിയിൽ അംഗീകാരവും പുതിയ ഉത്തരവാദിത്വവും ഈ വാരം ലഭിക്കും. എന്നാൽ ചെലവുകൾ നിയന്ത്രിക്കണം. ഈ ആഴ്ച കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ ചുവന്ന പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ശുഭഫലം നൽകും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഈ വാരം ഗുണകരമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് കഴിയുന്ന രീതിയിൽ അന്നദാനമോ സഹായമോ ചെയ്യുന്നതും ഈ വാരം ശുഭഫലം നൽകും. മേഡം രാശിക്കാരെ, ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്:
അവസരം വരുമ്പോൾ ഭയന്ന് പിന്മാറരുത്. ആവേശത്തിൽ എടുത്തു ചാടുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തെ ശരിയായി തിരിച്ചറിഞ്ഞ് ക്ഷമയോടെ മുന്നോട്ട് പോയാൽ ഈ ആഴ്ചയുടെ 2ാം പകുതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായും തൊഴിൽപരമായും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഭാഗ്യദിനം ചൊവ്വാഴ്ച, ഭാഗ്യനിറം ചുവപ്പ്, ഭാഗ്യസംഖ്യ 9. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റിൽ എഴുതൂ. ഈ ആഴ്ചയുടെ ഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മാഡം രാശിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള ഓരോ ആഴ്ചയിലെയും വിശദമായ രാശിഫലങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. അടുത്ത ആഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.